ഹായ് ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് ഗൂഗിൾ ഡോർക്കിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ ഹാക്കിംഗ്, ഇത് എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ എന്താണ് ഗൂഗിൾ ഹാക്കിംഗ്? സാധാരണയായി സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെർച്ചിങ് മെത്തേഡാണ്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ സാധാരണയായി ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കും. പക്ഷെ നമുക്ക് ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടോപ്പിക്ക് മാത്രം മതിയെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതോട് കൂടി ഒരു അഡ്വാൻസ് സെർച്ച് ക്വറീസ് ആഡ് ചെയ്താൽ അത് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയാണ് ഗൂഗിൾ ഡോർക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെർച്ച് ക്വറീസ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പല സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനുകളും അല്ലെങ്കിൽ പല വൾണറബിലിറ്റീസുകളും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വറീസുകൾ യൂസ് ചെയ്ത് എങ്ങനെ സെർച്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ iPhone 60 Pro ഒന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരുപാട് സൈറ്റുകളിൽ നിന്ന് വരുന്നതായിരിക്കും. ഇനി എനിക്ക് apple.com എന്ന സൈറ്റിൽ നിന്ന് മാത്രമുള്ള ഡീറ്റെയിൽസ് കിട്ടിയാൽ മതി എങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്വറി യൂസ് ചെയ്യേണ്ടതുണ്ട്. അതിനായി സൈറ്റ് apple.com iPhone 60 Pro എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ apple.com എന്നുള്ളത് മാത്രമായിട്ടുള്ള iPhone 60 Pro ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ സൈറ്റ് എന്ന ക്വറി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട സൈറ്റിൻ്റെ നെയിമും കൂടി ഒപ്പം കൊടുത്ത് സെർച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ മാത്രമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അടുത്തത്, ഇനി നമുക്കിപ്പോൾ PDF ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം മതിയെങ്കിൽ ഫയൽ ടൈപ്പ് PDF. ഇപ്പോൾ ഞാനിവിടെ iPhone 60 Pro കൊടുക്കുന്നു. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ PDF ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അടുത്ത മൂന്നാമത്തെ ക്വറിയാണ് ടെക്സ്റ്റ് ഇത് സെർച്ച് ചെയ്യുന്നതോട് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ ടൈറ്റിലിന് താഴെ ആ ഒരു വേർഡ് നമുക്ക് തിക്കായി കാണാവുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റ് ഹൈലൈറ്റ് ആയി കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്വറി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഇൻ ടൈറ്റിൽ ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ടൈറ്റിൽസ് മാത്രമേ അവിടെ കാണുകയുള്ളൂ. അടുത്ത ലാസ്റ്റ് വൺ ഇൻ URL ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ ഏത് പേജിലോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ login.php സെർച്ച് ചെയ്തു, ലോഗിൻ പേജിലോട്ടായിരിക്കും പോവുക. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇൻ URL എന്ന ക്വറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വറീസുകളാണ് ഈ വീഡിയോയിലൂടെ നോക്കിയത്. ഇനി ഒരുപാട് അഡ്വാൻസ് ആയി സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് ക്വറീസുകളുണ്ട്. അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.